الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة المؤمنون أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരാൾ വന്ന് ഒരു സഹായം ചോദിച്ചു, ഒരു യാചന രൂപത്തിൽ വന്നിട്ട്. അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, നിന്റെ വീട്ടിൽ എന്താണുള്ളത്? അപ്പം അദ്ദേഹം പറഞ്ഞു, ഒരു പാത്രവും ഒരു വിരിപ്പും ഉണ്ട്. നബിതങ്ങൾ അത് കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, ഇതാരാണ് വാങ്ങാൻ തയ്യാറുള്ളത്? അപ്പൊ ഒരാള് ഒരു ദിർഹമിന് അത് വാങ്ങാം എന്ന് ഏറ്റു. ആരാണ് അധികം തരിക എന്ന് ചോദിച്ചു. അപ്പൊ ഒരാള് 2 ദിർഹമിന് അത് വാങ്ങാൻ തയ്യാറായി. അദ്ദേഹം അത് വാങ്ങി. 1 ദിർഹം നബിതങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്ത് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് നിന്റെ വീട്ടുകാർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുക. വേറെ 1 ദിർഹം കൊണ്ട് ഒരു കോടാലി വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പോയിട്ട് ഒരു കോടാലി വാങ്ങിക്കൊണ്ടുവന്നു. നബിതങ്ങൾ തന്നെ പോയിട്ട് അതിനൊരു പിടി ഇട്ടു കൊടുത്തു, മരത്തിന്റെ ഒരു പിടി ഇട്ടു കൊടുത്തു. പറഞ്ഞു, ഇതുകൊണ്ട് പോയിട്ട് നീ ജീവിക്കുക, വിറക് വെട്ടി വിറകുണ്ടാക്കി വിറ്റ് ജീവിക്കണം, 15 ദിവസത്തിന് ഇങ്ങോട്ട് വരാൻ പാടില്ല എന്ന്. അങ്ങനെ അദ്ദേഹം 15 ദിവസം കഴിഞ്ഞപ്പോ 10 ദിർഹമുമായി നബിയുടെ അടുത്ത് വന്നു. നബിയെ, ഞാൻ വിറ്റ് പൈസ കിട്ടി എന്ന സന്തോഷത്താൽ നബിയുടെ അടുത്ത് വരികയാണ്. ഒരു ഹദീസില് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ ഒരാള് കയറെടുക്കട്ടെ, കയറ്, എന്നിട്ട് അവൻ കാട്ടില് പോകട്ടെ, എന്നിട്ട് വിറകുണ്ടാക്കട്ടെ, ഹത്തബ് വിറക് ഉണ്ടാകട്ടെ, എന്നിട്ട് അത് വിറ്റിട്ട് അവൻ ജീവിക്കട്ടെ. അതാണ് ഖൈറുൽ ലഹു മിൻ അയ്യസ്അലന്നാസ്. ജനങ്ങളോട് ചോദിക്കുന്നതിനേക്കാൾ യാചിക്കുന്നതിനേക്കാൾ നല്ലത് അതാണ് എന്ന്. അഅതൗഹു ഔ മനഉഹു. ചോദിച്ചിട്ട് ജനങ്ങൾ കൊടുത്താലും ശരി, കൊടുത്തിട്ടില്ലെങ്കിലും ശരി. അപ്പൊ അധ്വാനിച്ച് ജീവിക്കണം എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്, ഹദീസ് പഠിപ്പിക്കുന്നത്, ഇസ്ലാം പഠിപ്പിക്കുന്നത്. അധ്വാനിക്കാതെ ഒരു ചടഞ്ഞ ജീവിതം, ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും കൊടുക്കുമ്പോ അതുകൊണ്ട് ജീവിക്കുക, അല്ലെങ്കിൽ ഒരു പള്ളിയിൽ ഒതുങ്ങിയിരുന്നിട്ട് ഒരു മുത്തക്കിയായിട്ട് ജീവിക്കുക, വേറെ പണിക്കൊന്നും പോകാതിരിക്കുക, ജോലിയൊന്നും അറിയാതിരിക്കുക എന്നത് ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പള്ളിയിൽ ചെന്നപ്പോൾ കുറെ ആൾക്കാർ ദിക്റും ദുആയും പഠനവും ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞു കൂടാണ് പള്ളിക്കിരുന്നിട്ട്. ആരാണ് ഇവരെന്ന് ചോദിച്ചു. വഹും നുസാക്ക്, ഒരു സന്യാസിമാരാണ്. നുസാക്കിന്റെ അർത്ഥം പറഞ്ഞേ ഉള്ളൂ. കുറച്ച് ദീനി സ്പിരിറ്റൊക്കെ ഉള്ള, ദീനൊക്കെ ഉള്ള, നിസ്കരിക്കാനൊക്കെ ഇരിക്കാൻ നല്ല മനുഷ്യന്മാരാണ്.
ഉമർ ഖത്താബ് ചോദിച്ചു, അവർക്ക് ഭക്ഷണം വേണ്ടേ? ആരാ അവർക്ക് ഭക്ഷണം കൊടുക്കല്? അപ്പൊ ആരോ പറഞ്ഞു, മദീനത്തുള്ള കുറച്ച് നല്ല മനുഷ്യന്മാരുണ്ട്, അവരെന്തെങ്കിലുമൊക്കെ കൊടുന്നു കൊടുക്കും, അങ്ങനെ അത് നിന്ന് ജീവിക്കും. ആ ഭക്ഷണം കൊടുക്കുന്നവര് ഇവരെക്കാളും ഉത്തമരാണ് എന്ന് പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹുവിന്റെ അടുത്ത് ഒരു ദിറത്ത് എന്ന് പറഞ്ഞൊരു വടി ഉണ്ടായിരുന്നു, ഒരു മുണ്ടം വടി. ദിറത്ത് പറഞ്ഞാൽ മുണ്ടം വടിക്കാ പറയാം. ഒരു വടി ഉണ്ടായിരുന്നു. അത് സൈഫ്, പിന്നെ അഷദ്ദു മിൻ സൈഫ് ഹജ്ജാജ് എന്നാണ് ചരിത്രത്തിൽ അറിയപ്പെട്ട ഒരു ചക്രവർത്തിയാണ് ഹജ്ജാജ് ബിൻ യൂസുഫ്. അദ്ദേഹത്തിന് ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന്റെ ഭരണം നിലനിർത്താൻ വേണ്ടി അദ്ദേഹം കൊന്നിട്ടുണ്ട്. ആ വാളിനേക്കാളൊക്കെ ഉത്തമമായിരുന്നു ഉമർ റളിയല്ലാഹുവിന്റെ ഈ വടിയെന്ന്. ഈ വടിയോണ്ട് എല്ലാരെയാണ് പോയി അടിയാണ് കൊടുത്തിട്ട് പള്ളിക്കന്നാർ പറഞ്ഞയച്ചു. പോയി അവിടുന്ന് എന്നിട്ട് അവരോട് പറഞ്ഞു, ഇന്നസ്സമാ ലാ തുംതിറു ദഹബൻ വലാ ഫിദ്ദ. ആകാശം ഇങ്ങനെ സ്വർണ്ണും വെള്ളി ഇങ്ങനെ പെയ്യിപ്പിക്കൊന്നുമില്ല. ആകാശത്ത് നിന്ന് മഴ പെയ്യും, അത് നിങ്ങളത് ഭൂമിയിൽ എന്ത് ചെയ്യണം? ജീവിക്കണം. ആ വെള്ളം ഉപയോഗപ്പെടുത്തി നിങ്ങൾ കൃഷി ചെയ്ത് ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് അവരെയൊക്കെ ആട്ടി വിട്ടു എന്നാണ്. അപ്പൊ ഒരു പണിയില്ലാതെ പള്ളിയിൽ ചടഞ്ഞു കൂടിയിട്ട് ഇബാദത്തും ചെയ്തിരിക്കുക, ജോലിക്ക് പോകൂല, നാട്ടുകാർക്ക് ഒരു ഭാരമായിട്ട് ജീവിക്കുക എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമല്ല. മനുഷ്യനാണോ അവനൊരു ജോലി വേണം. ജോലിയുള്ള ആളെ കാണുമ്പോ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെടും. അപ്പൊ ചോദിക്കും, അനക്കെന്താ ജോലി? കണ്ടാ ചോദിക്കും. ഉമർ റളിയല്ലാഹു അൻഹു എപ്പോ കണ്ട ഒരാളെ കണ്ടാ ചോദിക്കാം, അനക്കെന്താ ജോലി എന്ന്. അപ്പൊ ഇന്ന ജോലിയാണ് പറഞ്ഞാല് നീ എന്റെ കൂടെയാണ്, അൽഹംദുലില്ലാഹ്. ജോലിയൊന്നും ഇല്ല എന്ന് പറഞ്ഞാ പറയും, സഖത്ത അന്നി, എന്റെ ലിസ്റ്റ് ഒന്ന് പുറത്തായി പോട്ടെ. ഒരു പുച്ഛമായ മനോഭാവം. ജോലി ഇല്ലാത്തവനോട് ഉമർ റളിയല്ലാഹു അൻഹുവിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അത്രയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഖുർആനും ഹദീസും ഒക്കെ ജോലി ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഖുർആനില് ഇബാദത്തിന്റെ കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ച ദിവസം ബാങ്ക് കൊടുത്താൽ പിന്നെ കച്ചവടം പറ്റും. ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാ വദറുൽ ബൈഅ. ബിസിനസ് നിർത്തുക. പള്ളിയിലേക്ക് നേരത്തെ വരണം. എപ്പോഴെങ്കിലും തോന്നുമ്പോ കസ്റ്റമേഴ്സ് ഒഴിഞ്ഞിട്ട് വരാനുള്ളതല്ല പള്ളി. പക്ഷേ പള്ളി പിരിഞ്ഞാലോ ഫൈദാ ഖുദിയത്തിസ് സ്വലാത്തു, ജുമുഅക്ക് ഖുതുബക്ക് വരണം എന്നാ പറഞ്ഞത്. ഖുതുബ കേൾക്കാൻ വരണം. വെള്ളിയാഴ്ചന്റെ ഒരു നിസ്കാരക്കാരനായിട്ട് വന്നാ പോരാ. ഖുതുബ കഴിഞ്ഞാൽ നിസ്കാരം കഴിയും. നിസ്കാരം കഴിഞ്ഞാൽ ഫന്തശിറൂ ഫിൽ അർളി, നിങ്ങൾ ഭൂമിയിൽ പോയിക്കോളി. എന്നിട്ട് വബ്തഗൂ മിൻ ഫളില്ലാഹ്, അല്ലാഹുവിന്റെ ഔദാര്യം നിങ്ങൾ അന്വേഷിക്കണം. ജോലി ചെയ്യണം എന്നർത്ഥം. നിങ്ങളുടെ ജോലി എന്താണോ അത് തുടരണം. പള്ളി ജോലിക്കും ജോലി പള്ളിക്കും ഒരു തടസ്സമാകാൻ പാടില്ല എന്നതേ ഉള്ളൂ. ഹജ്ജിനെ പറ്റി പറഞ്ഞോടത്തും പറഞ്ഞിട്ടുണ്ട്. വലൈസ അലൈക്കും ജുനാഹുൻ അൻ തബ്തഗൂ ഫളലൻ മിർ റബ്ബിക്കും. ഹജ്ജ് ഒരു വലിയ കച്ചവടാണ്, ബിസിനസ്സാണ്. മക്കത്ത് ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്നത് ഹജ്ജ് സീസണിലാണ്. ഹജ്ജിന് പോകുമ്പോ തന്നെ ഒരാള് കുറച്ച് കച്ചവടം മനസ്സിൽ വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അല്ലാഹ് പറയുന്നുണ്ട്, വലൈസ അലൈക്കും ജുനാഹുൻ, നിങ്ങൾക്ക് കുഴപ്പമില്ല, അൻ തബ്തഗൂ ഫളലൻ മിർ റബ്ബിക്കും, റബ്ബിന്റെ ഔദാര്യം തേടുന്നത് കൊണ്ട് കുഴപ്പമില്ല. പരിശുദ്ധ ഖുർആൻ പറയാം. ഉക്കാൽ, ദുൽമജിന്ന, ദുൽമജാസ്, 3 പ്രസിദ്ധമായ ചന്തകൾ ഉണ്ടായിരുന്നു ജാഹിലിയ്യ കാലഘട്ടത്തിൽ. ആ 3നും കൂടി പകരമാണ് ഹജ്ജ് സീസൺ. ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നത്. അവിടുത്തെ കുട്ടികൾ പോലും ബിസിനസ് നടത്തും. ചെറിയ കുട്ടികൾ 10ഉം 12ഉം വയസ്സായ കുട്ടികൾ മോട്ടോർ സൈക്കിൾ കൊടുത്തിട്ട് ഹറമിൽ കാളെ കൊണ്ടുപോകും. അതിന് 100 റിയാലും 50 റിയാലൊക്കെ വാങ്ങും. ഇന്തോനേഷ്യ, ഫിലിപ്പൈൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുമ്പോ അവിടെ നിർമ്മിക്കുന്ന തൊപ്പി, തസ്ബീഹ് മാല, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. അതൊക്കെ കൊണ്ടുവന്ന് ഓല് വിറ്റ് കായാക്കും. ഇതിന്റെ ഇടയിൽ ഹജ്ജ് കഴിഞ്ഞ് നല്ലൊരു സംഖ്യയുമായി മടങ്ങിപ്പോവും.
പക്ഷെ നമ്മുടെ ആൾക്കാർക്ക് അതിന് കഴിയില്ല. ഒന്നാമത് അതിനുള്ള പ്രായമാവൂല പോകുമ്പോ. രണ്ടാമത് ഏതെങ്കിലും ഗ്രൂപ്പ് പോയിട്ട് എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ മൊയ്യേര് ദ്വാരന്നിട്ട് ബാക്കി വാങ്ങും ചെയ്യും. വല്ല മദർസക്കും പള്ളിക്കും പറഞ്ഞിട്ട് ഒന്നുമില്ലാതെ ഫക്കീറായിട്ട് പോരുക ചെയ്യാം. നമ്മുടെ നാട്ടിൽ നിന്ന് പോയുള്ള അവസ്ഥ തന്നെ. വേറെ പല രാജ്യത്തുനിന്നും ഹജ്ജിന് പോയാല് നല്ലൊരു സംഖ്യ ലാഭം കിട്ടിയിട്ട് അവര് പോവുക. വിരോധമില്ല. അറഫാത്തിൽ കച്ചവടം വേറെ പണിയൊന്നുമില്ലല്ലോ. ഹജ്ജിന് ചെല്ലാനും പറയാനൊന്നുമില്ല. നമ്മളെ ആൾക്കാർക്ക് ഭയങ്കര ബേജാറാണ്. പിന്നെ പുസ്തകം കൊടുക്കണം എന്താ വെച്ചാൽ ഗ്രൂപ്പ് വരെ കുറ്റം പറയാതിരിക്കാൻ വേണ്ടി വല്ല കയ്യിൽ ഓരോന്ന് കൊടുക്കണമെന്ന്. അത് വായിച്ചിരുന്ന അത്രയും സമാധാനം ഉണ്ടാവുമല്ലോ വിചാരിച്ചിട്ട്. അല്ലാതെ ഹജ്ജിന് എന്താ കൂടുതൽ ചെല്ലാനും പറയാനൊന്നുമില്ലല്ലോ. അപ്പൊ അവിടേക്ക് ഇരുന്നിട്ട് ഇതിന്റെ ഇടയിൽ കൂടെ തന്നെ ചെറിയൊരു കച്ചവടം ബിസിനസ് ഒക്കെ തുടങ്ങാന്ന് ഖുർആൻ പറയാം. അപ്പൊ നിസ്കാരോ ഹജ്ജോ സക്കാത്തോ നോമ്പോ ഒന്നും തന്നെ മനുഷ്യര് ബിസിനസ് നടത്തുന്നതിന് കുഴപ്പമില്ലാന്ന്. അള്ളാഹു നിങ്ങൾക്ക് ഭൂമിയെ കീഴ്പ്പെടുത്തി തന്നിട്ടുണ്ട്. ആ ഭൂമിയുടെ ചുമലിലൂടെ നിങ്ങൾ സഞ്ചരിക്കുക. ചുമൽ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ ഭാഗം. ഭൂമി ഉരുണ്ടതാന്ന് തന്നെ അതിൽ തെളിവുണ്ട്. ഭൂമി എങ്ങനെ പോയാലും എങ്ങനെ ഇരിക്കും. ഭൂമിയിൽ എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് പോകണം. അള്ളാന്റെ റിസ്ഖ് നിങ്ങൾ തേടണം. ഭൂമിയിലൂടെ സഞ്ചരിച്ച് എന്ത് ജോലി എവിടെയാണോ കിട്ടുന്നത് അത് അന്വേഷിച്ച് കണ്ടെത്തണം എന്നാണ്. ഏത് ജോലിയും ചെയ്യാം. നഹ്നു ഖസംനാ ബൈനകും മഈശതകും, നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ഞാൻ ഓരി വെച്ച് തന്നിരിക്കാം. എല്ലാവരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ കൊള്ളുന്നില്ല. എല്ലാവരും കൂലിപ്പണിക്കാരാകാൻ പറ്റൂല. അപ്പൊ പല ജാതി തൊഴിലുകൾ, വ്യത്യസ്ത മേഖലകൾ. അവിടെ ഹൈ പ്രൊഫൈലോ ലോ പ്രൊഫൈലോ ഒന്നുമില്ല. ഏത് ജോലിയും അഭിമാനത്തോടുകൂടി ചെയ്യാൻ കഴിയും. ഇന്നല്ലാഹ യുഹിബ്ബു അൻ യഅമല റജുലു ഇദാ അമല അൻ യുത്ഖിനഹു, നന്നായി ചെയ്യണം. ഏത് ജോലിയാണെങ്കിലും ആ ജോലി ഇങ്ങനെ വേണോ വേണ്ടേ വെച്ചിട്ട് നിർവഹിക്കല്ല. എന്ത് ജോലിയാണോ നിർവഹിക്കുന്നത് ആ ജോലി ഒരു ആത്മാർത്ഥതയോടുകൂടി നിർവഹിക്കുക. അൻ യുത്ഖിനഹു, അതിൽ ഒരു ഇത്ഖാൻ വേണം, പെർഫെക്ഷൻ അതിൽ ആവശ്യമാണ്. അങ്ങനെ ജോലി ചെയ്യണം എന്ന് പഠിപ്പിക്കാം. പക്ഷെ ഇത് ഖുർആനിൽ നിങ്ങൾ ചരിത്രങ്ങളൊക്കെ നോക്കൂ. എല്ലാ പ്രവാചകന്മാരും ജോലി ചെയ്ത് ജീവിച്ചതാണ്. കാന ആദമു ഹറാസൻ, ആദം നബി അലൈഹിസ്സലാം ഒരു കർഷകനായിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഇദ്രീസ് അലൈഹിസ്സലാം കാന ഹയ്യാത്തൻ, അദ്ദേഹം ഒരു ടൈലർ ആയിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഏത് ജോലി. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആടിനെ നോക്കുന്ന ആളായിരുന്നു. മാത്രല്ല അദ്ദേഹത്തിന് കശാപ്പ് അറിയാമായിരുന്നു. നോക്കൂ, ജോലിയുടെ ബെനിഫിറ്റുകൾ, ജോലിയുടെ കാര്യങ്ങളൊക്കെ മാറിപ്പോയിരിക്കുന്നു. ഇന്നൊക്കെ ഈ വർക്ക് അറ്റ് ഹോം നടച്ച ജോലികളൊക്കെ ഉണ്ട്. വെറുതെ ഇങ്ങനെ ഉറങ്ങി തൂങ്ങി ഇറച്ചിക്കോയാളമാരി ആകാന്നല്ലാതെ ഒരു അതൊരു ജോലിയാണ്, കുഴപ്പമൊന്നുമില്ല, നിഷേധിക്കല്ല. പക്ഷെ മനുഷ്യന് ഹൈവിയത്ത് ഒരു ഊർജ്ജസ്വലത ലഭിക്കുന്ന പണികളൊക്കെ കുറഞ്ഞു. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും മനുഷ്യന് വിവരമില്ലാതായി. ഒരു കോയിനെ അറുത്ത് നന്നാക്കാൻ ആണുങ്ങൾക്ക് എത്ര ആൾക്കറിയാം? ഒരു കോയിനെ അറുത്തിട്ട് ശരിയാക്കാൻ ആണുങ്ങൾക്ക് എത്ര ആൾക്കറിയാം? കോഴി കച്ചവടക്കാരനല്ലാതെ, അല്ലെങ്കിൽ ഇറച്ചി കച്ചവടക്കാരനല്ലാതെ. പെണ്ണുങ്ങൾക്ക് എത്ര ആൾക്കറിയാം? പെണ്ണുങ്ങൾക്ക് കോയിനെ അറക്കാൻ നേരാക്കാം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആർക്കും ചെയ്യാറിയില്ല. ഒരു മീൻ നന്നാക്കാം, കോഴി പോട്ടെ, ഒരു അയിലേ മത്തിയോ കൂടുന്ന മത്തി ചിലപ്പോ നന്നാക്കും. നമ്മുടെ ദേശീയ മീനായതുകൊണ്ട് ചിലപ്പോ മത്തിയൊക്കെ നന്നാക്കാൻ അറിയാം. അതിന്റെ അപ്പുറം കുറച്ച് വലിയൊരു മീൻ കൊണ്ടുവന്നാൽ നന്നാക്കാനിരുന്ന പെണ്ണുങ്ങൾ നമ്മുടെ നാട്ടിൽ എത്ര ഉണ്ട്? അതും ആരെ പണിയായി? മറ്റു വല്ല പണിയായി? നോക്കൂ നിങ്ങൾ, ഇതൊക്കെ ഓരോ വകുപ്പിലേക്ക് നീങ്ങിയപ്പോ ഒരു നിസ്സാര കാര്യം പോലും നമുക്കറിയില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ അടുത്ത് മലക്കുകൾ വരിക, അതിഥികൾ എന്ന നിലക്ക് വരികയാണ്. ഇബ്രാഹിം നബി എന്താ ചെയ്തത്? അദ്ദേഹം പോയിട്ട് നല്ലൊരു മൂരിക്കൂട്ടിനെ നോക്കിയിട്ട് പിടിച്ച് അറത്ത് ശരിയാക്കി പാചകം ചെയ്ത് ഈ അതിഥികൾക്ക് കൊണ്ടുവന്ന് കൊടുത്തു ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അപ്പൊ ഒരു മൂരിക്കുട്ടി അറക്കണമെങ്കിൽ കശാപ്പ് പണി അറിയണ്ടേ? നമ്മളൊക്കെ അർത്ഥം എങ്ങനെ ഉണ്ടാവും? അറിയാത്തവരർത്താൽ. അപ്പൊ ആ കശാപ്പ് അറിയണം, തോലീച്ചാൻ അറിയണം, അറക്കാൻ അറിയണം, അതിന്റെ എല്ലും വന്ന് എടുക്കാൻ അറിയണം, ഒക്കെ അറിയണം. അപ്പൊ അത് കൊടുത്തു എന്നാ പറയണത്. ആ മലക്കുകൾക്ക് അത് കൊടുത്തു. അപ്പൊ കശാപ്പ് പണി അറിയാന്നാ. ഖിളർ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം അൽ-ബഖറ അൽ-കഹ്ഫിൽ നിന്നും നമ്മൾ ഓതി.
ഹത്താ ഇദാ അത്തയാ അഹ്ല ഖറിയത്തിൻ അങ്ങനെ പോയിട്ട് ഫവജദാ ഫീഹാ ജിദാറൻ യുരീദു അൻ യൻഖല്ല ഫഅഖാമഹു ഖാല ലൗ ശിഅത ലത്തഖത്ത അലൈഹി അജ്റ. അദ്ദേഹം ഇങ്ങനെ പോകുമ്പോ ഒരു മതിലിങ്ങനെ പൊളിഞ്ഞാടി കിടക്കുന്നുണ്ടോ എന്നാണ് ഖിദർ നബി ആലോചിക്കൂ. അവരാരും അവരുടെ പ്രവാചക പണി കൊണ്ട് ജീവിച്ചിട്ടില്ല. അവർക്കൊക്കെ തൊഴിലുകൾ അറിയാമായിരുന്നു. ആ പടവ് പൊളിഞ്ഞാടി കിടക്കുന്നുണ്ടപ്പോ പടവ് നന്നാക്കി കൊടുത്തു എന്നാണ്. പടവറിയണ്ടേ? പടവറിയാത്തവൻ പെടുത്താൻ എങ്ങനെ ഉണ്ടാവും? ഖിദർ നബി ആ പടവ് നേരാക്കി കൊടുത്തു. അപ്പോഴാണ് മറ്റാള് ഇതിന് കൂലി വാങ്ങിയിട്ടെങ്കിലും നമുക്കൊരു സോഡ കുടിക്കായിരുന്നു എന്ന് പറഞ്ഞത്. ആര്? മൂസാ നബി അലൈഹിസ്സലാം. അങ്ങനെയാണ് ഒരു വേർപിരിഞ്ഞു പോയത്. അൽ-കഹ്ഫിൽ പറയുന്നുണ്ട്. അതറിയണം. അപ്പൊ പടവ് അറിയണം. പടവ് ഖിദർ നബി ചെയ്ത പണിയാ. മൂസാ നബിനെ പറ്റി ആ പെണ്ണുങ്ങള്, വെള്ളം കോരി കൊടുത്ത പെണ്ണുങ്ങള് പറഞ്ഞത് ഖവിയുൻ അമീൻ, ഒരു തൊഴിലാളിയുടെ ലക്ഷണാണത്. ഖവിയാൻ, ശക്തിയുണ്ട്, കഴിവുണ്ട്, പേശീബലമുണ്ട്. അമീൻ, വിശ്വസ്തനാണ്. അതുകൊണ്ട് അവരെ കൂലിക്ക് വിളിച്ചോളൂ എന്നാണ്. നല്ല തൊഴിലാളിയാണ്. അതുകൊണ്ട് അവിടുന്ന് മൂസാ നബി അലൈഹി സ്വലാം, ഷുഐബ് നബി അലൈഹി സ്വലാം തന്റെ മകളെ മൂസാ നബി അലൈഹി സ്വലാമിന് കെട്ടിച്ചു കൊടുത്ത മഹർ, ഇന്നി ഉരീദു അൻ ഉൻകിഹക ഹിദബനതയ ഹാതൈനി അലാ അൻ തജുറനി സമാനിയ ഹിജജ് ഫൈൻ അത്മംതഹ ഫമിൻ ഇൻദിക്. 10 കൊല്ലം ജോലിയാണെങ്കിൽ നിനക്ക് വേണമെങ്കിൽ ചെയ്യാം, നിന്റെ ഇഷ്ടം. 8 കൊല്ലം എന്റെ വീട്ടില് തൊഴിലാളിയായി നിൽക്കണം എന്നാണ്. ആരോടാ പറയണത്? മൂസാ നബി അലൈഹി സ്വലാമിനോട്. അതാണ് മഹറിന്റെ പ്രാധാന്യം. ആരൊക്കെ അമ്മോശന്റെ പണിക്ക് പോണം? എത്ര കൊല്ലം? 8 കൊല്ലം അമ്മോശന്റെ തൊടുവില് പണിയെടുക്കണം. അങ്ങനെയാണ് മൂസാ നബി അലൈഹി സ്വലാമിന്റെ കരാർ. അപ്പൊ മൂസാ നബി നല്ലൊരു കൂലിപ്പണിക്കാരനായിരുന്നു. നല്ലൊരു ജോലി ചെയ്തിട്ടാണ് 5-8 കൊല്ലം ജീവിച്ച കഴിഞ്ഞിട്ട് അവിടുന്ന് പിന്നെ ഈജിപ്തിലേക്ക് തിരിച്ചു പോണത്. അപ്പൊ കഴിവുകൾ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ജോലി ചെയ്തിരുന്നു. ദാവൂദ് നബി അലൈഹിസ്സലാം, വലഖദ് ആതൈനാ ദാവൂദ മിന്നാ ഫളല, ദാവൂദ് നബിക്ക് വലിയ ഔദാര്യം കൊടുത്തിട്ടുണ്ട്. ദാവൂദ് നബിനെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, മാ അക്കല അഹദുൻ തുആമൻ മിൻ അൻ, ഒരു മനുഷ്യനും ഒരു ഭക്ഷണവും കഴിച്ചിട്ടില്ല അയകുല മിൻ അമലി യദിഹി, അവനവൻ അധ്വാനിച്ച പണത്തിനേക്കാൾ നല്ല പണം കൊണ്ട്, അവനാൻ അധ്വാനിച്ച പൈസ കൊണ്ട് കഴിക്കണ ഭക്ഷണം വെറുതെ ഇറന്ന് കിട്ടിയതല്ല, ആരോടെങ്കിലും ചോദിച്ചിട്ട് കിട്ടിയതല്ല. അവനവൻ അധ്വാനിച്ച് കിട്ടുന്ന പണം കൊണ്ട് കഴിക്കുന്ന ഭക്ഷണമാണ് ഏറ്റവും നല്ല ഭക്ഷണം. ഫഇന്ന ദാവൂദ കാന യഅകുലു മിൻ അമലി യദിഹി, ദാവൂദ് നബി അലൈഹിസ്സലാം താൻ അധ്വാനിച്ചതിൽ നിന്ന് മാത്രമേ ഭക്ഷിക്കാറുണ്ടായിരുന്നു. ആരാണ്? രാജാവാൻ, ലോകം അടക്കി ഭരിച്ച രാജാവാണ് ദാവൂദ് അലൈഹിസ്സലാം. ദാവൂദ് നബിന്റെ പണി എന്തായിരുന്നു? കരുവാമ്പണിയായിരുന്നു. നമ്മൾ പറഞ്ഞ കൊല്ലപ്പണിയായിരുന്നു. എന്താ ദാവൂദ് നബിക്ക്? വഅലന്നാ ലഹുൽ ഹദീദ്, ഒരു മുഅ്ജിസത്ത് എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന് ഇരുമ്പൊക്കെ നല്ല മയപ്പെടുത്തി കൊടുത്തു. ഇരുമ്പൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയാൽ അദ്ദേഹം എന്ത് ചെയ്യും? അല്ലംനാഹു സനഅത ലബൂസിൻ ലക്കും ലിതുഹ്സിനക്കും മിൻ ബഅസിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ യുദ്ധത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ അദ്ദേഹത്തിന് നല്ല ലബൂസ്, യുദ്ധത്തിന് ധരിക്കുന്ന ആഭരണങ്ങൾ, ഇരുമ്പിന്റെ പരിചകൾ, ഇരുമ്പിന്റെ വസ്ത്രങ്ങൾ, അതാണ് പരിച എന്ന് പറഞ്ഞ ഇരുമ്പിന്റെ കോട്ട്, അതുപോലെ പരിച, ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു എന്നാണ്. മാത്രല്ല വഖദ്ദിർ ഫിസ്സർദ്, നല്ല മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പോലെ വഖദ്ദിർ ഫിസ്സർദ്, അതിന്റെ മെടച്ചില്, അതിങ്ങനെ മെടഞ്ഞുണ്ടാക്കുമ്പോ നന്നായിട്ട് മെടഞ്ഞ് ശരിയാക്കാൻ വേണ്ടിയിട്ട് കണക്ക് കൃത്യമായിട്ട് അതിന്റെ എഞ്ചിനീയറിംഗ് കണക്ക് പഠിപ്പിച്ചു കൊടുത്തു എന്നാണ്. നല്ലൊരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അതിന്റെ കണക്കും കാര്യങ്ങളും കൃത്യമായി ആർക്ക് പഠിപ്പിച്ചു കൊടുത്തു? ദാവൂദ് നബി അലൈഹി സ്വലാമിന് പഠിപ്പിച്ചു കൊടുത്തിരുന്നു. ദാവൂദ് നബി അലൈഹി സ്വലാം മരിക്കോളം ആ ജോലി ചെയ്തിട്ടാണ് ജീവിച്ചത് എന്ന് ഖുർആനിൽ കാണാൻ സാധിക്കും. യൂസുഫ് അലൈഹിസ്സലാം എന്തൊക്കെ ജോലിയാ ചെയ്തത്? കിണറ്റിന്ന് പോയി അസീസ് കൊണ്ടുപോയി. അസീസിന്റെ വീട്ടിൽ ഭൃത്യനായി, വേലക്കാരനായി അവിടെ കുറെ കാലം ഒരു ജോലി. അത് കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോ ഇജ്അൽനി അലാ ഖസാഇനിൽ അർളി വഇന്നി ഹഫീദുൻ അലീം,
എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഖജനാവിന്റെ ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിക്കണം. ഖജനാവ് സൂക്ഷിപ്പുകാരനായി. അവസാനം ഭക്ഷ്യ വകുപ്പ് മന്ത്രിയായി. പല ജോലികളും ഖലീഫമാരൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. നബി ജോലി ചെയ്തിട്ടുണ്ട്. ഖിലാഫത്ത് പോലും ഒരു ജോലിയുടെ ഭാഗമാണ് എന്ന് ചിന്തിച്ചിരുന്നില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട ശേഷം അധികാരമേൽക്കാൻ പിറ്റേന്ന് രാവിലെ സാധാരണ പോലെ തന്റെ ആയുധങ്ങൾ എടുത്ത് പണിക്ക് പോവുകയാണ്. അപ്പോൾ ആരോ ചോദിച്ചത്, ഉമർ ഖത്താബ് ആരോ ചോദിച്ചത്, നിങ്ങൾ എന്താ പണിക്കോ, നിങ്ങൾ ഇങ്ങനെ പോയാ ഇവിടെ ആളുകളെ കാര്യം നോക്കാൻ ആരാണ്? അവിടെ സംഭവം മീറ്റിംഗ് കൂടി ബൈത്തുൽ മാലിൽ നിന്നൊരു നിശ്ചിത വിഹിതം ഖലീഫക്ക് ശമ്പളമായി നിശ്ചയിച്ചു കൊടുത്തു എന്നാണ്. അധികാരം കിട്ടിയ ശമ്പളം കിട്ടും, അതുകൊണ്ട് ജീവിക്കാന്നൊന്നും അന്ന് അവരൊന്നും വിചാരിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര മാന്യമായ ജോലികൾ ചെയ്തിട്ടുണ്ട്. ആടി നോക്കിയിട്ടുണ്ട്. ഖദീജ ബീവിയുടെ കൂടെ ബിസിനസ് നടത്തിയിട്ടുണ്ട്. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ബിസിനസ് ആയിരുന്നു. പിന്നെ ഖിലാഫത്ത് ഏറ്റെടുത്തു. അങ്ങനെ ഓരോ പ്രവാചകന്മാരെ നോക്കിയാലും അവരൊക്കെ അമലുയത് സ്വന്തമായി ഒരു ജോലി കൊണ്ട് അവരൊക്കെ ജീവിച്ചിട്ടുണ്ട് എന്നാണ്. ഏത് ജോലിയും അഭിമാനമായി കാണാൻ നമുക്ക് കഴിയണം. എന്ത് ജോലി ചെയ്യും, ഏത് ജോലിക്കാരനെയും അങ്ങനെ തന്നെ കാണാം. നമ്മളൊക്കെ ചില കിതാബുകൾക്കും അതിൽ വലിയ പങ്കുണ്ട്. നമ്മളൊക്കെ ജോലിയെ അങ്ങോട്ട് മാറ്റിവെച്ചിരിക്കാം. ഒന്നാമത് നമ്മൾ കേരളക്കാരെ പോലെ എന്നാലും പാട്ട് കേട്ടു, കേരളക്കാർക്കൊക്കെ മടി. അതിന്റെ സംഗതി അങ്ങനെ പറയണേ. 10 റുപ്യ വരുമാനമില്ലാത്ത ആളും 100 റുപ്യ കൊടുത്തിട്ട് 800 റുപ്യ കൊടുത്തിട്ട് അതിഥി തൊഴിലാളികളെ വിളിക്കുക എന്നല്ലാതെ ഓൻ കൈക്കോട്ടെടുത്തിട്ടൊന്നും കുത്തിവെക്കൂല. അതുകൊണ്ട് അതിഥി തൊഴിലാളികൾ നിറഞ്ഞു നമ്മുടെ നാട്ടിൽ. അപ്പൊ എന്തായി? അവർക്ക് വേണ്ടി പള്ളിയായി, അവർക്ക് വേണ്ടി മദ്രസയായി, അവർക്ക് പുനരധിവാസമായി. അവരിൽ നിന്ന് പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. എല്ലാവർക്കും പ്രശ്നമായി. ഈ പണിയില്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് പണി ഉണ്ടാവും. പണിയില്ലാത്തവരെ കൊണ്ടാണ് ബാക്കിയുള്ളവർക്ക് പണി ഉണ്ടാകുക. അറിയില്ലേ? പണിയില്ലാത്തവനെ കൊണ്ടാ പോലീസിന് പണി, പണിയില്ലാത്തവനെ കൊണ്ടാ ഉദ്യോഗസ്ഥന്മാർക്ക് പണി, പണിയില്ലാത്തവരെ കൊണ്ടാണ് വണ്ടി ഓടിക്കുന്ന ഡ്രൈവർക്ക് പണി. ഓന് വേറെ പണി ഉണ്ടാവില്ല. ഓൻ ബസ് സ്റ്റാൻഡിൽ ഒന്ന് തിരിക്കും നേരം വെളുത്ത് വൈകുന്നേരം വരെ. ഒരാഴ്ച ഒരു പണിയാ. ചില ആൾക്കാർക്ക് അതന്നെ പണി. നേരം വെളുത്ത് വൈകുന്നേരം വരെ ബസ് സ്റ്റോപ്പ് പോയി കുത്തിരിക്കുക. എന്നിട്ട് അവിടെ ഇങ്ങനെ ഇറങ്ങും പോവുകയും ചെയ്യുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് വായിൽ നോക്കിയിരിക്കുക. ഒരു പണിയില്ല. നേരം വെളുത്ത് വൈകുന്നേരം വരെ ഒരു പണിയില്ലാതെ. ചിലർക്ക് പണി തന്നെ ജോലി നോക്കലാ പണി. ശരിയാവലില്ല. എന്തെങ്കിലും ഒരു പേപ്പറോ കടലാസോ ശരിയാകാണ്ട് കണ്ടിട്ട് ഓൻ അങ്ങനെ നടക്കും ജീവിതം കഴിയോളം. അവന്റെ പേപ്പറോട്ട് ശരിയായാലും ഉണ്ടാവില്ല, പണിയും കിട്ടാറുണ്ടാവില്ല. നോക്കൂ, അല്ലാഹുവിന്റെ പ്രവാചകനൊക്കെ എത്ര ജോലികൾ, എത്ര പണികളുള്ള ആളാണ്. എന്നിട്ട് പോലും കാന യഹ്ലിബുഷ, ആടിനെ കറക്കും, വയഖ്സിഫുൻ നഅൽ, ചെരിപ്പ് തുന്നും. ഒരു മനുഷ്യനായ അത്യാവശ്യം വേണ്ട പണികളൊക്കെ അറിയണം. അവനാന്റെ വീട്ടിലെ ബൾബ്, ആള് ട്രിപ്പിൾ പഠിച്ച എഞ്ചിനീയർ ഒക്കെ തന്നെയാണ്, പക്ഷെ ബൾബ് അവിടെ വീട്ടിൽ കത്താടക്കുണ്ടാവും. അത് മായിച്ചിട്ട് ഓനെ കൊണ്ട് അറിയില്ല, സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അങ്ങനെയുണ്ട് കുറെ ആൾക്കാർ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇനി നിങ്ങൾ ഇമാമിങ്ങളുടെ പേര് കേട്ടിട്ടുണ്ടോ? തഫ്സീറൊക്കെ വായിച്ച കാണാം. ബസ്സാർ, ജസ്സാസ്, ബാഖില്ലാനി, അതുപോലെ തന്നെ ജസ്സാർ, ഖത്താന് ഒക്കെ ഇമാമിങ്ങളുടെ പേരാണ്. അതൊക്കെ ജോലിയിൽ അറിയപ്പെടാം. നമ്മളോ ജോലിയൊക്കെ ഓരിച്ചു. ഇരുമ്പോണ്ടുള്ള പണി അത് കൊല്ലന്മാർക്ക്, അത് പെരുങ്കൊല്ലന്മാർക്ക് ആ പണി പറ്റുള്ളൂ, നമുക്ക് പറ്റൂല. ആശാരിപ്പണി അത് നമുക്ക് പറ്റൂല, അത് മറ്റൊരു ആശാരിമാര് വേറെയാണ്. ആലോചിച്ചൊക്കെ നൂഹ് നബിനോട് പറയാ കപ്പലുണ്ടാക്കാൻ. നൂഹ് നബി നല്ലൊരു ആശാരിയായിരുന്നു. ആ നൂഹ് നബിനോടാ പറഞ്ഞത് അനിസ്നഇൽ ഫുൽക ബിഅയുനിനാ വഅയിന, കപ്പലുണ്ടാക്കണം. നൂഹ് നബി കപ്പലുണ്ടാക്കി. അപ്പൊ ആശാരിപ്പണി നമുക്ക് പറ്റൂല, അത് കറാഹത്താണ്. ചില കിതാബിലൊക്കെ ഉണ്ട് അത് ഹറാമിനോട് അടുത്ത കറാഹത്ത്. ചില ജോലി നമുക്കുള്ള ജോലി അത് PSC കിട്ടിയേക്കുള്ള ജോലി മാത്രമേ നമ്മൾ ജോലിയായിട്ട് പരിഗണിക്കുള്ളൂ. മീൻ കച്ചവടം അത് 2ാം നമ്പർ, കോഴിക്കച്ചവടം അത് തെങ്ങുമ്മക്കേര. അപ്പൊ ഓരോ പണികൾ, എന്തൊക്കെ ജോലികൾ നമ്മുടെ നാട്ടിലുണ്ട്, പക്ഷെ നമുക്ക് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ വിവരമില്ലാതായി പലയിടത്തും അങ്ങനെ മാറിയിട്ടുണ്ട് ആധുനിക ലോകം. എല്ലാം അതിന്റെ അടിസ്ഥാനം വെള്ളത്തിൽ നിന്നുണ്ടാകുന്നതാണ്, കൃഷി ഇതുണ്ടാകണമെന്ന് പറയാൻ പോലും മനുഷ്യന്മാർക്ക് സാധിക്കൂല. ഒരു സ്ഥലത്ത് പോയപ്പോ, വിദേശ രാജ്യമാണ്, നമ്മുടെ കൂടെ ചങ്ങായിയുടെ അടുത്ത് ഒരു ചക്ക ഉണ്ടായിരുന്നു. ചക്ക
ഇതെന്താന്ന് വെച്ചാൽ പിടിച്ചു, കസ്റ്റംസിൽ പിടിച്ചു. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല. കുറെ ഫനസ് എന്നൊക്കെ പറഞ്ഞു നോക്കി, ജാക്ക് ഫ്രൂട്ട് എന്ത് പറഞ്ഞാലും സമ്മതിക്കില്ല. അപ്പൊ ഒരു ലിസ്റ്റ് തരികയാണ്, ഈ നാട്ടിക്ക് കടത്താൻ പറ്റാത്ത സാധനങ്ങളുടെ ലിസ്റ്റ്. അതിലും ഈ സാധനമല്ല, ചിത്രമൊക്കെ ഉണ്ട്, ഒന്നും കാണില്ല. അപ്പൊ ജാക്ക് ഫ്രൂട്ടാണ് വാശി പിടിച്ചപ്പോ മൂപ്പര് പോയിട്ട് ബേക്കറിയിൽ നിന്ന് ഒരു ഇത് കൊടുന്നു, ചക്ക പൊരിച്ചതിന്റെ ഒരു പാക്കറ്റ്. മൂപ്പര് പറഞ്ഞു ജാക്ക് ഫ്രൂട്ട് പറഞ്ഞതാണ്. ആലോചിച്ചോക്കിങ്ങള്, മൂപ്പര് അവർക്ക് ചക്ക എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് അറിയില്ല. നമ്മൾ പറഞ്ഞത് ബിഗ് ഫ്രൂട്ട് പിന്നെ ഇൻ ദ വേൾഡ്, ലോകത്തെ വലിയ പഴം. എന്ത് പറഞ്ഞിട്ട് തലേക്ക് കയറണ്ടേ? ഈ ചക്ക അറിയാത്തവൻ എങ്ങനെ ചക്ക പഠിപ്പിച്ചു കൊടുക്കുക? മൂപ്പരാകെ ജാക്ക് ഫ്രൂട്ട് പഠിച്ചത് നമ്മൾ ഇവിടുന്ന് കൊടുത്തേക്കണം, നല്ല സാധനമാണ്, ക്യാൻസറിന് വരെ മരുന്നാന്നാ, ഇടിച്ചക്ക പൊടിച്ചിട്ടുണ്ടാക്കിയ ക്യാൻസറിന് വരെ മരുന്നാന്നാ പറഞ്ഞു. നമ്മൾ ഇവിടുന്ന് കൊടുത്തയച്ച് തമിഴ്നാട്ടുകാര് ആ വൃത്തിയില്ലാത്ത അന്തരീക്ഷത്തിൽ പൊരിച്ചും കിട്ടി കൊടുത്തയച്ചാൽ നമ്മൾ നന്നായി തിന്നും. നമ്മുടെ കുട്ടികൾക്ക് ചക്ക അറിയാതായി. അപ്പൊ അതിന് ഉറുദു പറഞ്ഞിട്ടോ ഹിന്ദി പറഞ്ഞിട്ടോ ഒന്നും മനസ്സിലാവില്ല. അവസാനം ജാക്ക് ഫ്രൂട്ട് എന്ന് പറഞ്ഞ ആ സാധുക്കള് ആ നാട്ടുകാർ ധരിച്ചു വെച്ചിരിക്കണ ഇതാണെന്നാണ്. അപ്പൊ ഇതും ഇങ്ങനെ തന്നെയാണ്. PTA മീറ്റിങ്ങിന് വന്ന ഒരു ഉമ്മ പറഞ്ഞ്, എന്റെ കുട്ടി സ്കൂളിൽ നിന്ന് ടൂറ് കൊണ്ടുപോയിട്ട് നെൽപ്പാടത്ത് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. നെൽപ്പാടം കാണിച്ചു കൊടുക്കുക. ഇപ്പോഴത്തെ ടൂർ അങ്ങനെയൊക്കെ. നെൽപ്പാടം കാണിച്ചു കൊടുത്തപ്പോ കുട്ടി വന്നിട്ട് വീട്ടിൽ പറഞ്ഞതരെ അരി ഉണ്ടാകുന്ന ചെടി ഞാൻ കണ്ടു. അറിയില്ല ഈ തിന്നണ സാധനം, 3 നേരം തിന്നണ സാധനം എങ്ങനെ ഉണ്ടാകുന്നത് നമ്മുടെ തലമുറക്ക് അറിയില്ല. അപ്പൊ ജാക്ക് ഫ്രൂട്ടിന്റെ പ്രശ്നം മാത്രല്ല, നമ്മളും ഇത്തരം രംഗത്തു നിന്നൊക്കെ വിട്ടുനിന്ന് അതെല്ലാം അതിഥി തൊഴിലാളികളെ ഏൽപ്പിച്ചപ്പോ നമ്മുടെ കുട്ടികൾക്ക് അതുകൊണ്ട് വലിയ ഒരു വിവരവും വിദ്യാഭ്യാസവും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഏത് ജോലിയും അഭിമാനത്തോടു കൂടി നമുക്ക് കാണാം. എല്ലാവർക്കും ഒരു ജോലിയില്ല. നേരത്തെ പറഞ്ഞില്ലേ, ഖസംനാ ബൈനഹും മഈശതഹും, ജോലി ചെയ്യാനുള്ളതാണ് പകൽ സമയം. നിങ്ങളുടെ പകലിനെ ഞാൻ ജോലിക്കുള്ളതാക്കി തന്നിരിക്കുന്നു എന്ന്. അപ്പൊ ജോലി ചെയ്ത് ജീവിക്കണമെന്നാണ്. ബസാറ്, ഞാൻ പറഞ്ഞില്ലേ ഓരോരുത്തരുടെ പേര്, ബസാറ് കച്ചവടക്കാര്, തോൽ കച്ചവടക്കാര്, കത്താന് പഞ്ഞിക്കച്ചവടക്കാരൻ, പണ്ഡിതന്മാരുടെ പേരാണ്. പണ്ഡിതന്മാരുടെ പേരാണ്. നമ്മൾ ഈ മണ്ണാന് വസ്താന് എന്നൊക്കെ പറഞ്ഞമായി ഏത് പേരുകൾ ഒരു പ്രശ്നമില്ല. അതൊക്കെ എന്തു പറഞ്ഞോട്ടെ, അതൊക്കെ അഭിമാനമായിരുന്നു. അവർക്കത് അഭിമാനമാണ്. ജസ്സാസ്, ടൈൽസിന്റെ പണിക്കാരൻ ജസ്സാസ്, ഇഷ്ടിക പടവ് പോലുള്ള പിന്നെ പടവ് വരെ. ഇങ്ങനെ കത്താൻ പഞ്ഞിക്കച്ചവടക്കാരൻ, ഇതൊക്കെ പണ്ഡിതന്മാരുടെ പേരാണ്. അവരുടെ പേര് പോലും പണ്ഡിത ലോകത്ത് അറിയില്ല. എങ്ങനെയാണ് അറിയപ്പെടുന്നത്? നോക്കൂ, ഷെയ്ഖ് അൽബാനി, നാസറുദ്ദീൻ അൽബാനി ഏറ്റവും പുതിയ ആധുനിക ഹദീസ് പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ജോലി, അദ്ദേഹം വാച്ച് മേക്കർ ആയിരുന്നു എന്നാ കാണുന്നത്. വാച്ച് മേക്കർ ആയിരുന്നു, വാച്ച് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് അറിയാം. അപ്പൊ പണ്ഡിതന്മാരൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു പണിയിൽ നിപുണന്മാരായിരുന്നു, നൈപുണ്യം നേടിയിരുന്നു എന്ന് പഴയകാല ചരിത്രം പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. സ്ത്രീകളും ഒട്ടും മോശമല്ല, സ്ത്രീകൾക്കും ജോലി ചെയ്യാം. ഇസ്ലാമിലെ സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ പാടില്ല എന്ന നിയമമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം, സ്ത്രീകളെ സംരക്ഷിക്കേണ്ടത് പുരുഷന്റെ ഉത്തരവാദിത്വമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, പിതോ രക്ഷതി കൗമാരെ ഭർത്രോ രക്ഷതി യൗവനെ, പിന്നെ പിതോ രക്ഷതി വാർദ്ധക്യെ, അല്ലെ പുത്രോ രക്ഷതി വാർദ്ധക്യെ എന്ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി. അതാണ് സ്ത്രീക്ക് സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറയുന്നതൊക്കെ പറയുന്നത് നമ്മൾ മനുസ്മൃതിയിലൊക്കെ. സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല, കാരണം അവൾക്കൊന്നും ആവശ്യമില്ല. ചെറുപ്പത്തില് അവളുടെ വാപ്പ ഉമ്മയൊക്കെ നോക്കും, കുറച്ചു കഴിഞ്ഞാൽ ഭർത്താവ് നോക്കും, കുറച്ചു കഴിഞ്ഞാൽ മക്കള് നോക്കും. അങ്ങനത്തെ ഒരു ആവശ്യം സാഹചര്യം ഉണ്ടെങ്കിൽ, വേറെ ആരും ജോലിക്ക് പോകണില്ലെങ്കിൽ പിന്നെ ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല എങ്കിൽ ആ പെണ്ണിന് ജോലിക്ക് പോകേണ്ടതില്ല. മൂസ അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം ഞാൻ നേരത്തെ പറഞ്ഞു. ആ 2 പെണ്ണുങ്ങൾ നന്നായിട്ട് ജോലി ചെയ്തിരുന്നു, വെള്ളം കോരാൻ വന്ന പെണ്ണുങ്ങളാണ്. പക്ഷെ ആ പെണ്ണുങ്ങൾ മൂസാ നബി പിന്നെ അവിടുത്തെ ജോലി ഏറ്റെടുത്തതിന്റെ ശേഷം അവർക്ക് ആവശ്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ആ സ്ത്രീകൾ പിന്നീട് ജോലിക്ക് പോയിട്ടില്ല. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത്, പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഏത് ജോലിക്കും. ഈത്തപ്പനം പറിക്കാൻ വേണ്ടി ഈത്തപ്പനയുടെ മുകളിൽ വരെ കയറിയിരുന്ന പെണ്ണുങ്ങൾ റസൂലിന്റെ ചരിത്രത്തിലുണ്ട്. നമ്മളൊക്കെ പറയല് പെണ്ണുങ്ങൾ തെങ്ങുമ്മ കയറാൻ വയ്ക്കുമെന്നൊക്കെ, തെങ്ങുമ്മ കയറാം, പക്ഷേ നിബന്ധനകൾ പാലിക്കണം. ആവശ്യമുണ്ടെങ്കിൽ ഏത് ജോലിയും ചെയ്യാം. ആവശ്യമാണെങ്കിൽ ഭർത്താവിന് കിട്ടുന്ന വരുമാനം കൊണ്ട് തീർന്നില്ല
എത്തിപ്പോടില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യം എങ്ങനെയാണ്? ചിലപ്പോൾ ഒരാളുടെ വരുമാനം കൊണ്ട് ഒരു കുടുംബം മുന്നോട്ട് പോകാൻ പറ്റും. എന്ത് ജോലിയാണോ അറിയണതെങ്കിൽ അത് ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഖാനത്ത് സന്നാ റൈത്വ അല്ലെങ്കിൽ റായിത്വ എന്നറിയപ്പെടുന്ന സ്ത്രീ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ്. അവര് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ശരിക്കു പറഞ്ഞാൽ ഒരു ഭിന്നശേഷിക്കാരനാണ്. അദ്ദേഹത്തിന്റെ കാല് ഒരു വടിയുടെ വണ്ണയുണ്ടായിരുന്നു. ഒരിക്കൽ അദ്ദേഹം ഒരു മരത്തും എന്തൊക്കെ പറിക്കാൻ കയറിയപ്പോ കാല് കണ്ട് കൂടെയുള്ള ഒരു കളിയാക്കിയപ്പോ വലിയ പ്രശ്നമായി. നമ്മളൊക്കെ ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളൂ ഭിന്നശേഷിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. എല്ലാ സംഘടനകളും ചാരിറ്റി ഒക്കെ ഭിന്നശേഷിക്കാരെ. നബി ആ കാലഘട്ടത്തില് അദ്ദേഹത്തിന്റെ കാല് നിങ്ങൾക്ക് കനം കുറഞ്ഞു തോന്നുമെങ്കിലും സ്വർഗത്തിൽ അള്ളാന്റെ അടുത്ത് മീസാനിൽ ഏറ്റവും കൂടുതൽ കനം കൂടുക അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ കാലായിരിക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ അന്ന് പറഞ്ഞിട്ടുണ്ട്. ഭിന്നശേഷിക്കാരെ ജോലിക്ക് പോകാൻ കഴിയില്ല, ചെറിയ ജോലിയൊക്കെ ചെയ്യാൻ കഴിയും. അപ്പൊ റായത്തെ ജോലിക്കോ റായത്തെ സന്നാ നന്നായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു സ്ത്രീ ആയിരുന്നു. സ്ത്രീ വന്ന് നബിയോട് ചോദിച്ചു, നബിയെ കുടുംബം മുന്നോട്ട് പോണില്ല, ഞാൻ ജോലിക്ക് പോട്ടെ, എന്റെ കുടുംബത്തെ സംരക്ഷിക്കണം, പോകണം, നിനക്ക് കൂലിയുണ്ട്, സക്കാത്തും സദക്ക കൊടുത്ത കൂലി ഈ കുടുംബത്തിന് വേണ്ടി നീ അധ്വാനിച്ചാൽ നിനക്ക് കിട്ടുമെന്ന് റായിത്വ റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു ഭാര്യയോട്. എന്താ ജോലിക്ക് പോകുന്നതുകൊണ്ട് കുഴപ്പം? പക്ഷെ പോയാ എന്താ ഉള്ളത്? പെണ്ണുങ്ങൾക്ക് ജോലി കിട്ടിയ അവര് ബാക്കി കാര്യം ഒന്നാമത് ലജ്ജ ഇല്ലാതാക്കും, ഔറത്ത് പിന്നെ മറക്കൂല, ഒരു അങ്ങനൊന്നും പാടില്ല. ഔറത്ത് മറക്കണം. ഇസ്ലാം ഒരു സ്ത്രീക്ക് വേണ്ടി നിഷ്കർഷിക്കുന്ന എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ഒരു സ്ത്രീക്ക് ഏത് ജോലിയും ചെയ്യുന്നുണ്ട് വിരോധമല്ല. ഉമ്മു അത്തിയ റളിയല്ലാഹു തആല അൻഹ യുദ്ധത്തിന് കൂടെ പോകും. എന്നിട്ട് അതിന് അവര് ഈ മുറിവായവർക്കൊക്കെ നഴ്സിംഗ് ജോലി, മുറിയൊക്കെ നേരാക്കി കൊടുക്കും, വൃത്തിയാക്കി കൊടുക്കും, അതിന് കാശ് വാങ്ങും, തന്റെ കുടുംബം പുലർത്തും കാണാൻ സാധിക്കും. അപ്പൊ സ്ത്രീകൾക്കും ജോലി ചെയ്യാം, ഒരു വിരോധമില്ല. പുരുഷന്മാർക്കും ജോലി ചെയ്യാം. പുരുഷന്മാരെ കൊണ്ട് ഒരു വീട് മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ സ്ത്രീകൾക്ക് ജോലി ചെയ്യാം. ജോലി ചെയ്യാതിരിക്കുക എന്ന അവസ്ഥ ഉണ്ടാവുക. അന്യനോട് യാചിച്ചുകൊണ്ട് ഒരിക്കലും ജീവിക്കാൻ പാടില്ല. യാചന ഇസ്ലാം എതിർക്കുക. നോക്കൂ, സലഫി പണ്ഡിതന്മാരുടെ ചരിത്രം പറയുന്നു, ഒട്ടകത്തിന്റെ താഴത്തുനിന്ന്, ഒട്ടകത്തിന്റെ മുകളിൽ നിന്നൊരു സാധനം താഴത്തേക്ക് വീണാ താഴത്തൊരാള് നിൽക്കുന്നുണ്ടെങ്കിൽ അതിങ്ങോട്ട് എടുത്താന്ന് വരെ പറയില്ല എന്നാണ്. അത്ര വരെ മറ്റു മനുഷ്യനോട് ചോദിക്കുന്നതിൽ നിന്ന് മടിയായിരുന്നവർക്കൊക്കെ എന്നാണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ചു, എത്ര മനുഷ്യന്മാരാ, നല്ല നല്ല മനുഷ്യന്മാര് പാനും കുപ്പായൊക്കെ ടെൻസൈഡ് ഇട്ട് ഒരു പണിയില്ലാതെ നടക്കാണ്. ജിമ്മിന് പോകും, എന്താ പറയാ, മാക്സവന് പോകും, എന്നിട്ട് ഇങ്ങനെ നടക്കും, തടിയൊക്കെ ആയിട്ട്. ഒരിക്കൽ നബി ചോദിച്ചു, ഒരു മനുഷ്യൻ ഇങ്ങനെ കണ്ടപ്പോ, ഇവൻ ജോലിക്ക് പോവുകയാണോ? ഓനാ പോണത് അവന് വേണ്ടി അധ്വാനിക്കാനാണെങ്കിൽ ഓഹോ ഫീ സബീലില്ല, അവൻ അള്ളാന്റെ മാർഗത്തിലാണ്. ഓന്റെ വാപ്പാക്കും മാക്കും വേണ്ടി അധ്വാനിക്കുകയാണെങ്കിൽ ഓഹോ ഫീ സബീലില്ല, അവൻ അവന്റെ മാർഗത്തിലാണ്. അവന്റെ കുട്ടികൾക്കും കുടുംബത്തിനും വേണ്ടി അധ്വാനിക്കുകയാണെങ്കിൽ അവൻ അള്ളാന്റെ മാർഗത്തിലാണ്. അവൻ ഈ അഹങ്കാരം വെച്ചിങ്ങനെ നടക്കുകയാണെങ്കിലോ അവൻ ഫീ സബീലി ശൈത്താൻ, ശൈത്താന്റെ മാർഗത്തിലാണ്. അപ്പൊ അള്ളാഹു തന്ന നമ്മുടെ ഈ തടി എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തിട്ട്, എന്ത് ജോലിയാണെങ്കിലും ശരി, ഒരു ജോലി കറാഹത്ത് ഹറാം ഒന്നുമില്ല, എന്ത് ജോലിയാണെങ്കിലും ശരി, ഹലാലായ ഏത് ജോലിയും മനുഷ്യന് ചെയ്യാം. ജോലി ചെയ്ത് ജീവിക്കുക എന്നത് അത്രയും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وصلي وسلم على خاتم الأنبياء والمرسلين نبينا محمد وآله وصحبه أجمعين أما بعد اتقوا الله عباد الله. ബഹുമാന്യരെ, ഇന്നലെ ഒരു തൊഴിലാളി ദിനമാണ് കഴിഞ്ഞത്. യഥാർത്ഥത്തിൽ ജോലി ചെയ്യുന്നവനാണ് തൊഴിലാളി. ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചാൽ റസൂലുള്ളാഹിന്റെ കാലത്ത് ഈ തൊഴിലാളി ദിനം ഇവിടെ ആഘോഷിക്കാൻ തുടങ്ങിയത് 1886 മുതലേറ്റാണ്. ചിക്കാഗോയില് തൊഴിലാളികൾക്ക് നേരെ പോലീസിന്റെ ആക്രമണം ഉണ്ടായി. ഒരുപാട് തൊഴിലാളികൾ മരിച്ചു. അപ്പോഴാണ് തൊഴിലാളികൾക്ക് കൂടിയിട്ട് ഞങ്ങൾക്കൊരു ദിനം വേണം എന്ന് ആവശ്യപ്പെട്ടത്. 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ ജോലി. ഇതാണ് ഇതിന്റെ തത്വം. അത് അംഗീകരിച്ചുകൊണ്ടാണ് ലോക തൊഴിലാളി ദിനം എന്ന് പറഞ്ഞത് ഇന്നലെ നമ്മൾ ആഘോഷിച്ചത്. അതിന്റെ മുമ്പ് നിങ്ങൾ ആലോചിച്ചു, തൊഴിലാളികളുടെ എല്ലാ ബാധ്യതയും അവരുടെ എല്ലാ അവകാശങ്ങളും വകവെച്ചു കൊടുത്ത ഒരു ദീന് അത് ഇസ്ലാം ദീനാണ്. തൊഴിലാളികളോട് എങ്ങനെ പെരുമാറണം അള്ളാഹു റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറയാം, 10 കൊല്ലം ഞാൻ നബിക്ക് ഖിദ്മത്ത് ചെയ്തു, നബിന്റെ തൊഴിലാളിയായി ജീവിച്ചു.
ഇന്നേ വരെ ഉഫിൻ എന്നൊരു വാക്ക് നബി എന്നോട് പറഞ്ഞിട്ടില്ല. ഛേ എന്നൊരു വാക്ക് നബി തങ്ങൾ എന്നോട് പറഞ്ഞിട്ടില്ല. ഞാനൊരു കാര്യം ചെയ്താൽ എന്തിനത് ചെയ്തു എന്ന് നബി ചോദിച്ചിട്ടില്ല. ഞാനൊരു കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ എന്തേ അത് ചെയ്യാൻ എന്നോട് ചോദിച്ചിട്ടില്ല. തൊഴിലാളിക്ക് വിയർപ്പ് വറ്റുന്നതിന്റെ മുമ്പ് കൂലി കൊടുക്കണം എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. സലാസത്തുൻ അന ഖസ്മുഹും യൗമൽ ഖിയാമ. മൂന്നാൾക്ക് വേണ്ടി ഞാൻ പരലോകത്ത് വാദിക്കും അല്ലാഹുവിന്റെ റസൂൽ പറയാം. അതിലൊരാള് ആരായിരിക്കും? ഒരാളെ തൊഴിലിന് വിളിച്ചു. ആ തൊഴിലിന് വിളിച്ചിട്ട് മുതലാളി അവന്റെ കൂലി കൊടുത്തിട്ടില്ല. അങ്ങനെ അവനെ കൂലി കൊടുക്കാതെ ഒരുപാട് പഠിപ്പിച്ചിട്ട് വേണ്ടത്ര കൂലി കൊടുത്തില്ല. അങ്ങനെ പറഞ്ഞയച്ചാൽ അതുകൊണ്ട് തൊഴിലാളികളുടെ ഒക്കെ തൊഴിലാളികളാണ് ഒരു നിലക്ക് അല്ലെങ്കിൽ മറ്റൊരു നിലക്ക് അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുകയാണെങ്കിലും അവകാശങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിലും അത് വകവെച്ചു കൊടുക്കുക എന്നത് ഉത്തരവാദിത്തപ്പെട്ടവരുടെ ബാധ്യതയാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. നമ്മുടെ കീഴിൽ ഒരാളുടെ അധ്വാനം, നിങ്ങൾ കാശ് തരൂ, എന്റെ അധ്വാനം നിങ്ങൾക്ക് തരാം, അതാണല്ലോ തൊഴിലാളി. അങ്ങനെ പറഞ്ഞ് ജീവിക്കുമ്പോ അവന്റെ അവകാശത്തെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂല് മൂന്നാള് ഗുഹയെ കുടുങ്ങിയിട്ട് അതിൽ രക്ഷപ്പെടാൻ മൂന്നാളും ഓരോ കാര്യം പറഞ്ഞപ്പോ അതില് ഇഖ്ലാസോട് കൂടി ചെയ്ത ഒരു കാര്യം പറഞ്ഞത്, ഒരാളെ തൊഴിലിന് വിളിച്ചിട്ട് അയാൾ കൂലി വാങ്ങാതെ പോയപ്പോ അയാളുടെ കൂലി ഞാൻ സ്വരൂപിച്ച് വെച്ച് അതുകൊണ്ട് ഗോതമ്പോ മറ്റോ വാങ്ങി വയലിൽ നിറച്ചു കൊടുത്ത് പിന്നെ കുറെ കാലം കഴിഞ്ഞ് അവൻ വന്നപ്പോ ആ സ്വത്ത് മുഴുവനും ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു എന്ന് പറഞ്ഞപ്പോഴാണ്. അതുകൊണ്ട് അത്രയധികം തൊഴിലാളികളോടുള്ള നമ്മളൊക്കെ തൊഴിലാളികളോട് അവരുടെ അവകാശങ്ങൾ അധികം പണിയെടുപ്പിക്കാൻ പാടില്ല. ഒരു മര്യാദ വേണം. തൊഴിലാളിയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞ് നമ്മുടെ അതിഥി തൊഴിലാളിയാണെങ്കിലും ശരി, അങ്ങനെയൊക്കെ നമ്മുടെ ചില ആളുകൾ അതിഥി തൊഴിലാളികളാണെങ്കിൽ എന്തും ചെയ്യാനാ, അവരെന്തും ചെയ്യും. ബീഹാർ, കൽക്കട്ട ഭാഗങ്ങളൊക്കെ പോയി നോക്കിയാല് അവരൊക്കെ 5 മണി 6 മണിക്ക് കുടുംബസമേതം, ചെറിയ കുട്ടികളുണ്ടാവും, 1 വയസ്സ് 2 വയസ്സൊക്കെ ആയ കുട്ടികളടക്കം ഒരു പാടത്തേക്ക് ഇറങ്ങാൻ. വൈകുന്നേരം വരെ ചോളവും കൃഷിയിലോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കൃഷിയിലോ പണിയെടുത്താൽ അവർക്ക് കിട്ടാൻ പോണത് 200 റുപ്യാണ്. അവർക്ക് ഇന്നിവിടെ കൊടുക്കുന്ന പൈസ വളരെ നല്ലതാണ്. 900 റുപ്യ 1000 റുപ്യ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ പണിക്കാർ കൊടുക്കുന്ന പൈസ അവർക്ക് കൊടുക്കുക. പക്ഷെ ഇന്ത്യക്കാരനാണെന്ന് വിചാരിച്ചിട്ട് ചില ആളുകളെങ്കിലും, നമ്മുടെ സുഹൃത്തുക്കള്, ഇന്ത്യക്കാരല്ലേ തോന്നിയാമാതിരിയൊക്കെ ചെയ്യിപ്പിക്കാം. 1 മിനിറ്റ് സമയം അവന് വെറുതെ കൊടുക്കാൻ പാടില്ല, വിശ്രമിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ അത് പള്ളിയിലും അങ്ങനെ തന്നെ. പള്ളിയിൽ ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരാളെ നിർത്തിയാൽ ഓനെ എന്ത് കൊടുക്കണ്ട, അവന് ചെലവ് കൊടുക്കണ്ട, പിന്നെ ഓ നാട്ടിൽ പോകില്ല, അല്ല സുഖാണ്. ചൂഷണം ചെയ്യാൻ ഒരിക്കലും ഏത് രൂപത്തിലുള്ള തൊഴിലാളിയാണെങ്കിലും പോലും ചൂഷണം ചെയ്യപ്പെടാൻ പാടില്ല. അത് പള്ളിക്കമ്മിറ്റിക്കാരാണെങ്കിലും മുതലാളിമാരാണെങ്കിലും ഗവൺമെന്റ് ആണെങ്കിലും തൊഴിലാളികളെ ഒരു കാരണവശാലും ചൂഷണം ചെയ്യാൻ പാടില്ല. അത് മതപരമായി എതിരാണ്, അള്ളാഹു ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് എന്ന് നമ്മളൊക്കെ ഒരു നിലക്ക് അല്ലെങ്കിൽ ഒരു നിലക്ക് തൊഴിലാളികളെ കൂലിക്ക് വിളിക്കുന്നവരാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അതൊരു ഈമാനികമായ കാര്യമാണ്, അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ്, അത് മതപരമായ കാര്യമാണ് എന്ന് മനസ്സിലാക്കൽ ആവശ്യമാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത് വഖാദിൽ ഹാജാത് റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകുനന്ന മിനൽ ഖാസിരീൻ അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രികീൻ വദമ്മിർ അഅദാക അഅദാഅദ്ദീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.